കുംഭമേളയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആരതി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒന്നുകൂടി ത്രിവേണി സംഗമസ്ഥാനത്ത് തന്നെ പോയി സ്നാനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ബൈക്ക് ടാക്സി എടുത്ത് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ 2 സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 ബൈക്കുകളിലായിട്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ആ യാത്രയിൽ കാഴ്ചകളൊക്കെ കണ്ട് വളരെ രസകരമായിട്ട് തന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ നാഗവാസുകി ക്ഷേത്രത്തിൻ്റെ കവാടം കണ്ടിരുന്നു. അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. പാലാഴി മഥന സമയത്ത് വാസുകി വിശ്രമിച്ച സ്ഥലമെന്ന ഐതിഹ്യം ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനോട് തൊട്ടടുത്താണ് മൗനി ബാബയുടെ ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. 5,51,00,000 രുദ്രാക്ഷമണികൾ കൊണ്ടാണ് 12 ജ്യോതിർലിംഗങ്ങളുടെ പകർപ്പുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യക്കാരും വിദേശികളുമായ നിരവധി ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ടായിരുന്നു. ക്യാമ്പിന് ചുറ്റും 10,000-ലധികം ത്രിശൂലങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. മഹാശിവരാത്രി വരെ 1.25 കോടി വിളക്കുകൾ ഇവിടെ കത്തിച്ചു വയ്ക്കും എന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത്. മാഘമാസത്തിൽ നടത്തുന്ന ആചാരങ്ങൾ വെറുതെ ആവില്ല എന്നാണ് ഇവിടുത്തെ വിശ്വാസം. പക്ഷേ ത്രിവേണി സംഗമ സ്ഥാനം വരെ ഈ ബൈക്കുകൾ ചെല്ലുന്നുണ്ടായിരുന്നില്ല. ബൈക്കുകൾ തടയുന്ന അതുവരെ അവർ ഞങ്ങളെ ആക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നീട് ഗംഗാ നദിയിലൂടെ ഒരുപാട് ദൂരം കാൽനടയായിട്ടാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. അത് വളരെ സുഖകരമായ ഒരു യാത്രയായിരുന്നു. ഗംഗയിലെ ആ കാറ്റ് നമുക്ക് വളരെയധികം എനർജി നൽകുന്നുണ്ടായിരുന്നു. അവിടെ നിരന്തരം അനൗൺസ്മെൻറ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ സ്നാനത്തിനായി വരുന്ന ആളുകൾക്കുള്ള നിർദ്ദേശങ്ങളായിരുന്നു അതിൽ. അതുപോലെ തന്നെ നിരവധി ടോയ്ലറ്റ് ഫെസിലിറ്റികളും അതേപോലെ വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യങ്ങളുമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടും അവിടെ അനുഭവപ്പെട്ടില്ല. ഈ ഒരു യാത്രയിലാണ് ഞങ്ങൾക്ക് കുംഭമേളയിലെ തിരക്ക് ശരിക്കും അനുഭവപ്പെട്ടത്. സത്യം പറഞ്ഞാൽ തിരക്ക് എന്ന് പറയാനാവില്ല, അതൊരു ഒഴുക്കാണ്. ഒരു സംസ്കാരത്തിൻ്റെ മുഴുവൻ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവഹിക്കുന്ന ഒഴുക്ക്, ഒരു ജനപ്രവാഹം. അതാണ് അവിടെ കണ്ടതും അനുഭവിച്ചതുമെല്ലാം. ആ ഒഴുക്കിൽ നമ്മളും അങ്ങനെ നിന്നു കൊടുത്താൽ മതി, അതിൽ നമ്മൾ ഒഴുകിക്കോളും. അങ്ങനെ ഉച്ചയോടുകൂടി ത്രിവേണി സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്ത് ഞങ്ങൾ വീണ്ടും ക്യാമ്പിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി. അങ്ങനെ ആവേശത്തോടുകൂടി കാത്തിരുന്ന കുംഭമേള സ്നാനം 2 തവണ നിർവഹിച്ചതിൽ മനസ്സ് കൃതാർത്ഥമായി. ജീവിതത്തിൽ വളരെയേറെ ധന്യത തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ തിരികെ നടന്നു നീങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു വലിയ സിലിണ്ടറിൻ്റെ ആകൃതിയിൽ നിർത്തിവെച്ചിരിക്കുന്ന ഒരു കിഴങ്ങ്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് അത് എന്താണ് എന്ന് ആ കച്ചവടക്കാരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് കന്തമൂൽ ഭൽ എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ കഷ്ണങ്ങൾ പേപ്പർ പോലെ കനം കുറച്ച് ത്രികോണാകൃതിയിൽ മുറിച്ച് അടുക്കിയടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങളും വാങ്ങി 4 എണ്ണം. ഒന്നിന് 5 രൂപയാണ് കേട്ടോ വില. അങ്ങനെ ആ ഒരു കിഴങ്ങ് മുഴുവൻ ചിലവാകുമ്പോഴേക്കും അയാൾ എത്ര രൂപ സമ്പാദിക്കുമെന്ന് ഞാൻ ഓർത്തു. ഒരു ചെറിയ കഷ്ണം ഞങ്ങൾ ഓരോരുത്തരും കഴിച്ചപ്പോഴേക്കും നമുക്ക് ശരിക്കും മതിയായി. അത് വായിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ നടന്ന് നീങ്ങി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തത്. അപ്പോഴാണ് ഇവൻ ചില്ലറക്കാരനല്ല എന്നുള്ളത് മനസ്സിലായത്. ഈ ഒരു ഫലം വളരെ പ്രാധാന്യമുള്ള ഒന്നാണത്രേ. പണ്ട് കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി വനവാസകാലത്ത് പർണശാലയിൽ താമസിക്കുമ്പോൾ അവർ ആഹാരത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന വസ്തുവായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. ഇതല്പം കഴിച്ചാൽ തന്നെ നല്ല എനർജി തരുന്ന ഒന്നാണ്. ഇതത്ര കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നല്ലാത്രേ. ആദിവാസികൾ വഴി ഉൾവനങ്ങളിൽ നിന്നാണ് ഇത് ശേഖരിച്ച് നാട്ടിലെത്തുന്നത്. 10-ൽ കൂടുതൽ വർഷമെടുക്കും ഇത് പൂർണ്ണമായിട്ട് വളർച്ചയെത്താൻ. ഇത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഉൾവനങ്ങളിലാണ് കണ്ടുവരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വളരെ റെയറായിട്ട് സ്ട്രീറ്റ് ഫുഡായി ഇത് ഈ
പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട്. ഇത് മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിലാണ് അത്ര കൊടുക്കാറ്. ഞങ്ങൾക്ക് പക്ഷെ പ്ലെയിൻ ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. എനിക്കിതൊരു പുതിയ അറിവായതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്യാമ്പിലെ മിക്കവാറും ആളുകൾ അന്ന് തന്നെ അവിടെ നിന്നും തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളന്ന് വൈകിട്ട് ജുനാ അഖാഡയിൽ പോകാനുള്ള പരിപാടിയായിരുന്നു. ജുനാ അഖാഡയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും കാത്തിരിക്കുക.